ആക്കുന്നേ? അതെന്തെന്ന് കുഞ്ഞു? എന്തി മൈലാഞ്ചിയാ? മൈലാഞ്ചി ഇടുന്നുണ്ടാ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചിഞ്ചുവിൻ്റെ 9ാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം മൈലാഞ്ചിക്ക് ഒരു ഉച്ചയാകുമ്പോഴാണ് കേട്ടോ മൈലാഞ്ചിയെല്ലാം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ച് കൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നേരത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പം ചുടാനാണ്. ഒരുപാട് ആൾക്കാരിലോട്ട് അതിൻ്റെ സൈഡിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ആൾക്കാർ വർത്താനം പറഞ്ഞ് ഇതേപോലെ കുറച്ച് സമയം ഇരുന്ന് ഒരു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അപ്പം ചുടാനായിട്ട് വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേന് അരിയേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. സിയ പിന്നെ അരിയേട്ടനെ കണ്ടപ്പോൾ താഴെ ഇറങ്ങുന്നതന്നെ ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ ഇതുപോലെ അപ്പം ചുടുന്ന പരിപാടിയൊക്കെയാണ് എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഇരിക്കാനും സംസാരിച്ചിരിക്കാനെല്ലാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു അപ്പം ചുടാനായിട്ട് ഇരുന്നത്. അപ്പം ചുടാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പം ചുട്ട് തീരുന്നത് കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയും രസമായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട്. 5 ടൈപ്പോ അല്ലെങ്കിൽ ഒരു 3 ടൈപ്പോ അപ്പം ചുടണം എന്നാണ് കേട്ടോ പറയില്ല. അപ്പം നമുക്ക് ആരേപ്പും അതേപോലെ നെയ്പത്രിയും അതേപോലെ മടക്കടയൊക്കെ ആണ് ചുട്ടിട്ടുണ്ടായത്. വേറൊന്നും ചുട്ടിട്ടൊന്നും ഉണ്ടായില്ല. പാപ്പനോട് പോ. ഇല്ല, ഒരു ദിവസം ഉണ്ടാവും പുതുമ, പിന്നെ ആദ്യം പഴയതാവും. നമ്മളെല്ലാവരും കൂടി ഏകദേശം 19 ആൾക്കാരിൽ മുകളിൽ രാത്രി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനെല്ലാം പറഞ്ഞിട്ട് അപ്പം ചുടുന്നത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിട്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 1:45 ആകുമ്പോഴാണ് കിടന്നുറങ്ങുന്നത്. അതേപോലെ രാവിലെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇരുന്നതിന് ശേഷം പിന്നെ നമുക്ക് അപ്പം വിളമ്പുന്നതാണ് കേട്ടോ. ആദ്യം നമ്മളാണ് വിളമ്പുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും കൂടെ വന്ന് വിളമ്പും പിന്നെ ഒട്ടും തന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയ 5 ടൈപ്പ് അപ്പവും ഇതേപോലെ നിരത്തി വെച്ചിട്ട് എല്ലാവരും കൂടെ വിളമ്പി കൊടുക്കലാണ് പതിവ്. 7ാം മാസത്തിന് അവിടെ പോയപ്പോൾ നമുക്ക് ആരും വിളമ്പാൻ പറ്റില്ല. അപ്പം ഇവിടെ വന്നിട്ടാകുമ്പോൾ നമ്മളാണ് ഇവിടെ ആദ്യം വിളമ്പുന്നത്. അങ്ങനെ അത് അപ്പമൊക്കെ വെച്ചതിന് ശേഷം ഇലയൊക്കെ വെച്ച് സെറ്റായി ഇരുന്നതിന് ശേഷം പിന്നെ ചിഞ്ചു 7ാം മാസത്തിൽ ഉടുത്ത സാരിയും കൂടെ എടുത്തിട്ട് വേണം കേട്ടോ അപ്പം വിളമ്പാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങല്ല. അപ്പം നമ്മുടെ കാസർഗോഡ് ഭാഗത്തെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ അജിത്തേട്ടൻ്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മളപ്പം വിളമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ അപ്പം ചുടുമ്പോൾ ഇതേപോലെ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്? നമ്മളപ്പം ചുടുമ്പോൾ വാല് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടീന്നും ഉണ്ട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടി എന്നാണ് കേട്ടോ പറയല്. അപ്പോൾ ഏകദേശം നമ്മെ ഇങ്ങനെ ഫസ്റ്റ് കാരയിൽ ഒഴിച്ചപ്പോൾ തന്നെ ഇതേപോലെ ഉണ്ട പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെൺകുട്ടിയാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പണ്ടത്തെ ഓരോ വിശ്വാസങ്ങളാണ്. എന്തായാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു കുഞ്ഞിനെ മാത്രം മതിയല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും നോക്കുന്നത്. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കാനൊരു രസമല്ലേ അല്ലേ. അപ്പം വിളമ്പിക്കൊടുക്കാൻ എനിക്കും ഒരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടത്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കൂടെ കിട്ടി. അപ്പോൾ കിട്ടിയ അവസരം പാഴാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എനിക്കിതിന് മുന്നേ ഇതുപോലെ വിളമ്പിക്കൊടുത്തിട്ടുള്ള പരിചയമൊന്നുമില്ല. പിന്നെ ഞാനും വേഗം ഗ്യാപ്പിൽ പോയിട്ട് വിളമ്പിയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അജിത്തേട്ടൻ്റെ വീട്ടുകാരെല്ലാവരും വന്നു. അങ്ങനെ അവരൊക്കെ വന്നിട്ട് പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ അപ്പം വിളമ്പാണ് കേട്ടോ. അതിനകത്ത് ഇതേപോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, പൊരി ഉണ്ടാന്നാണ് അതിന് പറയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളെ ഗോളി വെച്ച പോലത്തെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, മാവ് അരച്ചിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ ആ ഭാഗത്ത് അങ്ങോട്ടൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ ഈ കാസർഗോഡ് ഇങ്ങോട്ടറ്റത്തൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട്.
ചോറൊക്കെ വിളമ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിയക്ക് നന്നായിട്ട് വിശന്നുകൊണ്ട് ഞാൻ ഗ്യാപ്പിൽ കുറച്ച് ചോറ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഓളും കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം. അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വേണ്ടി പറ്റാം. അങ്ങനെ ഏകദേശം ഒരു 3:30 ആകുമ്പോൾ പിന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ ഇറങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി കുറച്ച് കഠിനമായിരുന്നു കേട്ടോ. കുറേ പാത്രം പഠിക്കാനും അടിക്കാനും വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല. അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ആ പരിപാടിയും കൂടെ തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.